തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് വെച്ച സൗണ്ടൊക്കെ കേട്ട് BGM-ഉം ട്രാക്കൊക്കെ ഒരു രക്ഷയില്ല. എല്ലാം കളർ ഗ്രേഡിങ്ങും എല്ലാം കറക്റ്റ് ആയിട്ട് വന്നേക്കണം. തിയേറ്ററിൽ പോയി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. പൊളിച്ച് ഒരു രക്ഷയില്ല. മമ്മൂക്ക പൊളിച്ചടക്കിയിട്ടുണ്ട് ഇതുവരെ. ശരിക്കും ഒരു പുതിയൊരു ഇത് തന്നെയാണ് മമ്മൂക്ക. ഒരു രക്ഷ കണ്ടറിയാം അത് തന്നെ. അടിപൊളി തകർത്താടി. നമുക്ക് അടിപൊളി പെർഫോമൻസ്. വിനായകനും തകർത്താടി. ഒന്നും പറയണ്ട. നല്ല റോൾ. വില്ലനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. നമ്മുടെ ഈ വില്ലൻ കേരളം ഭരിക്കുമോ? കേരളം 100 കോടി ക്ലബ് കയറും ഈ സിനിമ. മമ്മൂട്ടിയെ കൂടുതൽ പെർഫോം ചെയ്തേക്കണം. അവസാനമാകുമ്പോൾ വിനായകന് റോള്. അതായത് നമ്മ ഈ അടിപൊളി പടം പോലത്തെ പ്രതീക്ഷിക്കണ്ട. എങ്കിലും നല്ല രീതിയിൽ മമ്മൂക്കയാണെങ്കിലും വിനായകനാണ് നല്ല രീതിയിൽ ചെയ്തത്. ത്രില്ലിങ് ആൻഡ് ഇച്ചിരി സ്ലോ മൂവിലാണെന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ മൂവിങ് പോണത് ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ട് പക്കൻ. മമ്മൂട്ടി മാത്രമല്ല വിനായകൻ. എനിക്ക് മമ്മൂട്ടിയുടെ കുറച്ച് ഓവർ എക്സ്പെക്ടേഷൻസ് ഉണ്ടായതുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ വിനായകനാണ് കുറച്ച് പൊരിച്ചത്. ഫാമിലി കുട്ടികളെ കൊണ്ടുവരുന്നത് കുറച്ച് ഇതായിരിക്കും. പക്ഷെ വളരെ ഗംഭീര. വിചാരിച്ചേക്കാൾ അടിപൊളി. വിനായകൻ തകർത്തു. ആരും ഇത് സ്പോയിൽ ചെയ്യരുത്. ഈ മൂവി കാണണം. ഈ മൂവി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറമാണ്. ഒരുപാട് ഇഷ്ടമായി. എല്ലാ യുണീക്ക് സെലക്ഷൻസ് ആണ് അവരുടെ. ഞാൻ ഇവരുടെ ടീമായിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഒരു പ്രതീക്ഷയുണ്ട്. നല്ല കോൺഫിഡൻസ് ആയിരുന്നു അവർക്ക് അപ്പോഴേ. നല്ല മൂവിയാണ്. മമ്മൂട്ടി കമ്പനിയുടെ ടീമും ഇതുപോലത്തെ യുണീക്ക് സിനിമകൾ എടുക്കട്ടെ. നമുക്ക് ആദ്യം അത് കേട്ടപ്പോൾ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ ക്ലൈമാക്സ് അടിപൊളിയാണ്.